അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഷോയാനാണെങ്കിൽ ഒരു ലേഡിയുടെ ഷോപ്പിലേക്ക് വന്നിട്ട് അവിടെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് വാങ്ങാണ്. എന്നിട്ട് ഇവരോട് ഈ ഒരു വർക്ക് എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്, ഇതെങ്ങനെ നിങ്ങൾ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവരും ഇത് ഇവരുടെ ഒറിജിനൽ വർക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ ഷോയാൻ ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ, ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഞാനും ഇവിടെ ബൊട്ടാനിക്കൽ ഡേയിനെ കുറിച്ച് പഠിക്കാനാണ് എത്തിയത്, ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവരും ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണല്ലോ, സോ അതിനുള്ള ഒരു നന്ദിയും കൂടി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഇവളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അവരെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന്. സത്യത്തിലെ ഈ ഒരു ലേഡി മറ്റാരുമല്ല, ആ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വൈഫാണ്, അദ്ദേഹം ഡിവോഴ്സ് ചെയ്ത എക്സ് വൈഫ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കേട്ടിട്ട് ഷോയാൻ ഇവരോട് ഞാനിവിടെ എക്സിബിഷനിൽ പോയ സമയത്ത് നിങ്ങളുടേതുപോലെ ഒരു വർക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു മാസ്റ്റർ ചു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണ് അതിന്റെ പിന്നിൽ, എന്ത് മനോഹരമായിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എന്തോ വർക്കൊന്നും ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ആരുമായിട്ട് സഹകരണം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സഹതാപത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ മുഖഭാവം മാറിയിട്ട് അയാൾ അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ ഷോയാൻ അല്ല നിങ്ങൾക്ക് പുള്ളിക്കാരനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് ഇല്ല എനിക്കറിയില്ല, ഞാനിവിടെ ഒരുപാട് വർഷമായിട്ട് താമസിക്കല്ലേ, അതുകൊണ്ട് എനിക്കറിയാം. ഇത്രയും വർഷമായിട്ടും അയാൾ എപ്പോഴും കുറെ പഴയ ഐഡിയാസ് കൊണ്ടായിരിക്കുന്നത്, പിന്നെ എങ്ങനെ അയാൾ ക്ലഷ് പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവള് എന്തായാലും നല്ലൊരു ജീനിയസ് ആയിരുന്നു. അല്ല നിങ്ങളുടെ വർക്കിലും ഞാൻ എക്സിബിഷനിൽ വെച്ച് കണ്ട അദ്ദേഹത്തിന്റെ വർക്കും തമ്മിൽ ചെറിയ മാച്ചിങ് ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും അതൊക്കെ ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് നിനക്ക് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാലേ എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി. നിങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം ഒരു ഡിസൈൻ പോലും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് അതിന് സാധിച്ചിട്ടില്ല, നിങ്ങൾ ലൈഫിൽ നിന്ന് പോയതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവര് മതി നിർത്ത്, അയാളാണല്ലേ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, അയാൾ നിന്നെയല്ല ഇനി ആരെ പറഞ്ഞയച്ചാലും ഒരു കാര്യമില്ല, അയാളുടെ അടുത്തേക്ക് ഞാൻ എന്തായാലും തിരിച്ചു പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവരുടെ തലയിലുള്ള ഒരു ഹെയർ പിൻ ആണെങ്കിൽ താഴെ വീഴാണ്. അപ്പോൾ ഹാമിക് ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവളും കോളായി എന്ന് പറയാണ്. അപ്പൊ ഹാമിക് ഞാൻ എനിക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്കാനായിട്ട് പറയുന്നു. അതായത് അവിടെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, സോ ആ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് പുതിയതായിട്ടുള്ള വർക്കുകൾ എത്താറുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു മാസ്റ്റർ ചു ആണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ടുപോയിട്ട് ആളെ തിരിച്ച് അറിയാത്ത വിധമാണ് അത് പോയി കാണുന്നത്. ആ ഒരു കാഴ്ചയാണ് ഹോമിങ് കണ്ട് വീഡിയോ എടുത്ത് ഇവൾക്ക് അയച്ചേക്കുന്നത്. പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ വർക്ക് കാണാനായിട്ടാണ് അദ്ദേഹം എത്താറുള്ളത്. അതായത് ഇയാള് ഈ ഒരു മോഡേൺ ടെക്നോളജിക്ക് ഭയങ്കര എതിരായിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാലും അയാൾ അത് ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നിവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവാണ്. അയാളും അയാളുടെ വൈഫും സത്യത്തിലെ പിരിഞ്ഞതിന്റെ പ്രധാന റീസൺ ആ ഒരു മാസ്റ്റർ പഴയ ഐഡിയാസ് മാത്രം വെച്ച് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഹോമിങ് ആണെങ്കിൽ ഇയാളുടെ പിന്നാലെ തന്നെ വന്ന് നിങ്ങൾ മാസ്റ്റർ ചു അല്ലേ എന്ന് ചോദിച്ച് ചെല്ലുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ അവന്റെ കയ്യിൽ പെടാതെ മാസ്കും തൊപ്പിയൊക്കെ വെച്ച് അതേപോലെ ഒരക്ഷരം ഇല്ലാതെ രക്ഷപ്പെടാണ്. പക്ഷെ ഹോമിങ്ങിന് മനസ്സിലായി അത് അയാൾ തന്നെയാണ് എന്ന്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഹോമിങ് ആണെങ്കിൽ ഷോയനോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴും പഴയ കുറെ ഐഡിയാസ് കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പക്ഷെ അദ്ദേഹം പുതിയ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതെന്തുകൊണ്ട് അദ്ദേഹം വൈഫിനോട് പറയുന്നില്ല എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഹോമിങ് ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അവരുടെ മനസ്സ് മാറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഇവരുടെ ഒരു പ്രശ്നം കൂടെ വെച്ചിട്ട് ഇവൻ സംസാരിക്കാണ്. അദ്ദേഹം എത്ര ഇനി മാറിയെന്ന് പറഞ്ഞാലും ഇനി അവർ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പോകുന്നില്ല, അത് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. മാസ്റ്ററായിട്ട് ഇനി അവരുടെ പിന്നാലെ ചെന്നാലും അവർ അതൊരു അഭിനയമായിട്ട് മാത്രമേ കണക്കാക്കൂ എന്ന് പറയുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഹോമിങ്ങിന് ഇവിടെ കണ്ട കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇവളും ഇവനെ ആദ്യം ഇവിടെ വന്നത് ഒരു അഭിനയമായിട്ടാണല്ലോ തെറ്റിദ്ധരിച്ചത്. ഇവൻ യഥാർത്ഥത്തിൽ ഇവൾക്ക് വേണ്ടിയിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും. പക്ഷെ ഇവിടെ ഇവള് വന്ന സമയം തന്നെ ആ ഒരു റഷ്യന്റെ വൈഫാണെങ്കിൽ ഒരു ദിവസം ഇവളെ വിളിച്ചിട്ട് നീ എന്തിനാണ് മിസ്റ്റർ ഹോമിങ്ങിനെ ഡിവോഴ്സ് ചെയ്യുന്നത് എന്ന കാര്യം ചോദിക്കാണ്. നിങ്ങൾ രണ്ടുപേരും കൂളിംഗ് പീരീഡിലല്ലേ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇവൾക്കാണെങ്കിൽ ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ റഷ്യന്റെ വൈഫും ഹോമിങ് തന്നെയാണ് ഇതെല്ലാം എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും എന്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ റെഡിയാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവള് തന്നെ ഷോക്കായി പോവാണ് ഹോമിങ് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അറിയുമ്പോൾ. സോ ഇവൾക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം ഹോമിങ് ഇവളുടെ കൂടെ നിൽക്കുന്നത് അവന്റെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല എന്ന കാര്യം. അപ്പോഴേക്കും അവിടെയുള്ള ഈ ഒരു ലേഡി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ടേബിളിന്റെ പുറത്ത് ആ ഒരു മാസ്റ്ററിന്റെ വൈഫിന്റെ ഹെയർ പിന്നെ നഷ്ടപ്പെട്ടിരുന്നല്ലോ, ആ ഒരു പിന്നെ കണ്ടിട്ട് ഇത് മാസ്റ്ററിന്റെ എക്സ് വൈഫിന്റേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷോയാനും അതായത് പുള്ളിക്കാരി മിസ് ചെയ്തിട്ട് പോയതാണ്, ഇത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊടുത്തേക്കാം എന്ന് പറയുമ്പോൾ ഇവര് ഇത് മിസ് ചെയ്തെന്നോ, ഇത് മാസ്റ്റർ അവർക്ക് വെഡിങ് ഗിഫ്റ്റ് കൊടുത്തതാണ്, അവരൊരിക്കൽ പോലും ഇത് എവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല, ഇപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു ലേഡിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. സോ മാസ്റ്റർ മാത്രമല്ല ഇപ്പോഴും ഉള്ളിൽ ഇഷ്ടം കൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന്റെ വൈഫിനും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു കാര്യത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവരെ ഒന്നിപ്പിക്കാനായിട്ട് ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നു. സോ നേരെ ഹോമിങ് ആണെങ്കിൽ ഈ ഒരു ഹെയർ പിന്നുമായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് സർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വൈഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല. അപ്പൊ ഹോമിങ് നിങ്ങൾക്ക് വിശ്വാസമാവാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇത് തന്നെ കൊടുത്തിട്ടത്, നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട, ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഇയാളെ ഇവനോട് നിൽക്കാനായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഇവിടെ ഷോയാനും ഇവരോട് വന്നിട്ട് മാഡം നിങ്ങളുടെ ഹെയർ പിൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവരും അതെ നിന്റെ കയ്യിൽ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല അത് മാസ്റ്റർ ഷൂവിനാണ് കിട്ടിയത്, പുള്ളിക്കാരൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു കഫേയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്,
അത് തരാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവര് അയാളോ ഞാനൊന്ന് നോക്കട്ടെ അയാൾ അതിന് അതൊക്കെ എടുത്തു വെച്ചത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മാസ്റ്ററിനെ കാണാനായിട്ട് ഇവരും പോവാണ്. മാസ്റ്ററും അങ്ങോട്ടേക്ക് എത്തുന്നു. ഇവര് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ കാണാൻ വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഇദ്ദേഹം വളരെ സന്തോഷത്തിലാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു പിന്ന് കണ്ട് ഇവര് നിങ്ങൾ എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം നീ അല്ല ഇത് കൊടുത്തയച്ചത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവര് എനിക്കെന്താ തലയ്ക്ക് ഓളോ എന്നെ കളിയാക്കാണോ നിങ്ങളല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ച ആ ഒരു പിന്ന് വാങ്ങിച്ച് ഇവരാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. ഇദ്ദേഹം വളരെ ദേഷ്യത്തില് ഹോമിങ്ങിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് പോവാണ്. സോ ഇവർ രണ്ടുപേരും വീണ്ടും ഉടക്കി എന്ന് മനസ്സിലാക്കി ഹോമിങ് മാസ്റ്ററിനോടൊപ്പം ഷുയാൻ ഈ ഒരു ലേഡിയുടെ പിന്നാലെയും ചെല്ലാണ്. അപ്പോൾ ഇവനോടാണെങ്കിൽ ഇയാൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടാണ് നീ എന്തിനാ എന്നെ കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ശരിയാ ഞാൻ കള്ളം പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ചാൻസ് ഞാൻ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞിട്ട് തന്നതല്ലേ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇയാള് എനിക്ക് ആരോടും ഒരു കാര്യവും പറയാനില്ല മേല എന്റെ കൺമുന്നിൽ വന്നു പോകരുത് എന്ന് പറയുമ്പോൾ ഇവൻ സർ നിങ്ങൾ ഡിവോഴ്സ് ആയതിൽ ഖേദിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് തുറന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും ഇയാള് എനിക്ക് ഒരു ഖേദമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഹോമിങ് തടഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഖേദമുണ്ട് ഞാൻ നിങ്ങളെപ്പോലെ വാശി പിടിച്ച ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വാശി കാരണം നഷ്ടപ്പെട്ടത് എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അവൾ എനിക്ക് ഇപ്പോൾ ഒരു ചാൻസ് തന്നേക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഞാൻ ചെയ്ത തെറ്റ് ആവർത്തിക്കാൻ താല്പര്യമില്ല ഞാനും ആദ്യം അവളെ കെയർ ചെയ്യുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്തിരുന്നേ പക്ഷെ ആ ഒരു ഒറ്റ പിഴവ് മൂലം ഇപ്പോഴും അവളുടെ പൂർണ്ണ വിശ്വാസം തിരിച്ചു പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് നിന്ന് ഒരു ആൻസർ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ തന്നെ പുള്ളിക്കാരിയോട് ചെന്ന് ചോദിക്കണം ഒരു ശ്രമമെങ്കിലും അതിനു വേണ്ടി നടത്തിക്കൂടെ അല്ലാണ്ട് ലൈഫ് ലോങ് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനേക്കാളും ബെറ്റർ അല്ലേ ഒരു ശ്രമം ഒന്ന് തുറന്ന് സംസാരിച്ചൂടെ നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളുടെ ഇഷ്ടം അവരെ അറിയിച്ചൂടെ അവരെ റിജക്ട് ചെയ്താലും അതിനെ പേടിക്കാതെ അഭിമുഖീകരിച്ചൂടെ ഒരു ശ്രമം നടത്തി നോക്കുക എന്ന് പറയുമ്പോൾ ഇദ്ദേഹം നീ പറയുന്നതെല്ലാം വെറുതെയാണ് ഞാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും ഒന്നും മാറാൻ പോകുന്നില്ല കാരണം അവൾക്ക് എന്നോട് ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഹോമിങ് എങ്കിൽ പിന്നെ നിങ്ങൾ കൊടുത്ത വെഡിങ് ഹെയർ പിന്നെ അവരെന്തിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പവിത്രമായി കാണുന്ന എന്തിനാണ് അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ കാര്യത്തിൽ ഇപ്പൊ നിങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ എപ്പോഴും പുതിയ ബ്ലൂ കളർ നിർമ്മിക്കാത്തതിന്റെ യഥാർത്ഥ റീസൺ അവരില്ലാത്തത് കൊണ്ടല്ല എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇവൻ ദേഷ്യപ്പെട്ട് തന്നെ ഇയാളോട് സംസാരിക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഷോയാനും ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് മാഡം ഞാൻ കള്ളം പറഞ്ഞതാണ് സോറി പക്ഷെ നിങ്ങളെ നാണം കെടുത്തണമെന്നോ അപമാനിക്കണമെന്നോ വിചാരിച്ച് ചെയ്തതല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം മാത്രം ഞാൻ ഉണ്ടാക്കി തന്നത് എന്ന് പറയുമ്പോൾ ഇവര് അതിന് നീ ആരാ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല ആരുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇവള് അദ്ദേഹം നിങ്ങളോട് മുന്നേ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങളെ നഷ്ടപ്പെട്ട ശേഷം അദ്ദേഹം ഒരുപാട് ഖേദിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു വർക്ക് പോലും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും കാരണം നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത് ഇനി ഒരു ചാൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവോ വീണ്ടും അഭിനയം തുടങ്ങോ റിയൽ ആയിരിക്കോ എന്നൊക്കെയുള്ള ഡൗട്ട് എനിക്കുണ്ട് ഇപ്പൊ എനിക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ എനിക്കിപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ലൈഫ് കണ്ടപ്പോ പരസ്പരം മനസ്സിലാക്കാതെ രണ്ടുപേര് അകന്നു പോകുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചാൻസ് തരാൻ ശ്രമിച്ചത് നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം പുതിയ മാറ്റങ്ങൾ അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു എക്സിബിഷനിൽ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹം ചേഞ്ച് ആവുന്നുണ്ട് നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാതെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചത് അദ്ദേഹം നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത് ഒറ്റപ്പെട്ടൊരു ലൈഫ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഞാനിതൊന്നും വിശ്വസിക്കില്ല അയാളുടെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ ഇപ്പോഴും അയാൾ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മാസ്റ്റർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ആർക്കാ പേടി എന്ന് ചോദിച്ചു വരികയാണ്. അപ്പൊ ഇവരാണെങ്കിൽ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം ഇവരോട് പുതിയ ബ്ലൂ കളർ നിർമ്മിക്കാനായിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കുന്നു. അപ്പൊ ഇവര് അത് നിങ്ങൾക്ക് തന്നെ ചെയ്തൂടെ വേറെ ആരുടെങ്കിലും സഹായത്തോട് കൂടി ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോ ഇദ്ദേഹം എനിക്കങ്ങനെ വേറെ ആരുടെ സഹായത്തോട് കൂടി അത് ചെയ്യണ്ട നീ തന്നെ ചെയ്തെന്നാ മതി എന്ന് പറഞ്ഞ് ഇവരെ പ്രതീക്ഷിച്ച മറുപടി പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാണ്. സോ അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവര് വീണ്ടും ഒന്നിച്ച് പുതിയ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ സാധിച്ചതിൽ ഇവർക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഹാമിങ് ആണെങ്കിൽ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഇവന്റെ നാടകത്തിന്റെ സ്റ്റേജ് ഷോ ആണ്. നീയും അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയാണ്. അങ്ങനെ അന്ന് നൈറ്റ് ഷോ ഞാനും അവന്റെ ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഹോമിങ് അഭിനയിക്കുന്നത്. അതിൽ ഇവനാണെങ്കിൽ ഇവന്റെ വൈഫിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു തെറ്റുകാരനായിട്ടുള്ള മോശം ഭർത്താവിന്റെ ക്യാരക്ടറാണ് അഭിനയിക്കുന്നത്. പക്ഷെ ഇപ്പോ ഇവൻ ആ ഒരു തെറ്റുകളൊക്കെ മനസ്സിലാക്കി വൈഫിനോട് ക്ഷമ ചോദിക്കുന്നു കോടതിയുടെ മുന്നിൽ വെച്ച്. ഹോമിങ് ആ ഒരു കാര്യങ്ങളെ എല്ലാം തന്നെ നോക്കി പറയുന്നത് ഷുയാന്റെ മുഖത്ത് നോക്കിയാണ്. ഞാൻ എന്റെ അഹങ്കാരവും വാശിയും കാരണം നഷ്ടപ്പെടുത്തിയത് എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ വിലപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ചെയ്തതൊന്നും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന്റെ പേരിൽ മരണം തന്നെ ശിക്ഷയായിട്ട് കിട്ടിയാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ ഒരു രാജാവ് ഇവന്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന സ്ത്രീയോട് നീ ഒരു ചാൻസ് കൂടി ഇവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഒരു ചാൻസ് കൊടുക്കാൻ റെഡിയാണ് പക്ഷെ ചെയ്തതിനൊക്കെ ശിക്ഷ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ ഇവന് അതിനുള്ള ശിക്ഷയായിട്ട് കുറെ കിലോ കണക്കിൽ വരുന്ന അരിച്ചാക്കെടുത്ത് ഇവന്റെ തോളിൽ ഭാരമായിട്ട് കയറ്റി കൊടുക്കുകയാണ്. ഹോമിങ് ആണെങ്കിൽ അത് നല്ലോണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഷൂയാനും ഭയങ്കരമായിട്ട് ഫീൽ ആവാണ്. ആ ഒരു നാടകത്തിൽ എന്ന പോലെയാണ് അവനത് ചെയ്യുന്നതെങ്കിലും ഇവൻ റിയൽ ആയിട്ടാണ് ഇവളോട് ആ ഒരു ക്ഷമാപണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതോടുകൂടി ആ ഒരു നാടകത്തിലെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നു. അത് ഹാപ്പി ആയിട്ട് അവസാനിക്കുന്നു. അപ്പൊ ഹോമിങ് ആണെങ്കിൽ ആ ഒരു ഇവന്റെ കഥാപാത്രത്തിന്റെ വൈഫിനോട് ആണ് പറയുന്നത്. പക്ഷെ ഷൂയാന്റെ മുഖത്ത് നോക്കിയാണ് ഒരിക്കല് ഞാൻ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. താൽക്കാലികമായിട്ടുള്ള ബെനിഫിറ്റ്സിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കെയർ ചെയ്ത വ്യക്തിയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. പക്ഷെ ഞാൻ പിന്നീട് അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും
അവൾ എന്റെ സിൻസിയറിറ്റി വിശ്വസിച്ചില്ല. എന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി. ഞാൻ വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്കിപ്പോ അവളൊരു ചാൻസ് തന്ന സ്ഥിതിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഞാനിപ്പോ അവളുടെ വില മനസ്സിലാക്കുന്നു. നിന്നെ കെയർ ചെയ്യുന്ന, സ്നേഹിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളും ഭയങ്കര ഫീൽ ആയിട്ടാണ് അതൊക്കെ കേൾക്കുന്നത്. സോ അത് കഴിഞ്ഞ് ഹോമിങ് ആണെങ്കിൽ നേരെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഓടി ഇവളുടെ അടുത്തേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഷോയാനും അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ഇവരും വീണ്ടും ഒന്നിക്കാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവിടെ ഇവരാണെങ്കിൽ ഇവർക്ക് കൂടുതൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പ്രോഡക്ട്സ് ഒക്കെ സുരക്ഷിതമായിട്ട് വെക്കാൻ കുറച്ചും കൂടി വലിയ സ്റ്റോറേജ് റൂം ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇവർ തയ്യാറാക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്കുള്ള എഗ്രിമെന്റിലാണ് ഇവർ ആ ഒരു റൂം എടുക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ പേ ചെയ്യണം. 2 ആഴ്ച വരെ ടൈം ഉണ്ട് എന്ന് പറഞ്ഞ് കുഴപ്പമില്ലാതെ അവർ അതെല്ലാം പ്ലാൻ ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു റൂം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഷെൻ ആണെങ്കിൽ ഓടിക്കൊണ്ട് വന്ന് നമ്മൾ വിചാരിച്ച പോലെ ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടില്ല, സപ്ലൈസിന് കറക്റ്റ് സമയത്ത് പൈസ കൊടുക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്നാൽ പെനാൽറ്റി ആയിട്ട് വലിയൊരു തുക തന്നെ നമ്മൾ അധികം പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്റ്റോറേജിനായിട്ട് പൈസ കൊടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ അല്ല നീയല്ലേ പറഞ്ഞത് നമുക്ക് ലോൺ കിട്ടുമെന്ന്, 2 മില്യൺ കിട്ടുമെന്ന് നീ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ, പക്ഷെ ഇപ്പോ അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം പറയുന്നത് നമുക്ക് ലോൺ തരില്ലെന്നാണ്. പെട്ടെന്നാണ് അവരെ തന്നെ ഇൻഫോം ചെയ്തത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും പോകാൻ വഴി കണ്ടെത്താം, കാര്യങ്ങളൊക്കെ എന്തായാലും മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവളും ആ ഒരു ബാങ്കിനോട് സമീപിക്കാം, അവരോട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഷൻ നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഞാൻ ഓൾറെഡി തന്നെ അവരോട് സംസാരിച്ചതാണ്, അത് നടക്കില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി എല്ലാ ബാങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാം, ഒന്നുപോലും വിടാതെ എല്ലാത്തിലും ട്രൈ ചെയ്യാം, അപ്പൊ എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടാതിരിക്കില്ല എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. അപ്പോഴേക്കും ഷുയാൻ ആണെങ്കിൽ ഇവളെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇവർക്ക് ഫണ്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല, എല്ലാം കുഴപ്പമില്ലാതെയാണ് പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഷുയാൻ അവൾക്ക് അവിടെ 2-3 ദിവസം കൂടെ താമസിക്കേണ്ടതുണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ലിന്നും അത് സാരമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എതിർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഹാൻ ആണെങ്കിൽ ഫാനിനോട് വന്നിട്ട് സത്യം പറഞ്ഞാലോ നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇത്രയും വർഷമായിട്ടും ഒരു ആണിന്റെ പിറകെ ഇങ്ങനെ നടക്കാന്നൊക്കെ പറഞ്ഞാൽ അതിന് സമ്മതിക്കണം, അല്ല നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ലണ്ടനിൽ വെച്ചാണ്, അവിടെ വെച്ച് ഹോമിങ്ങിന്റെ ചേച്ചിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു, അന്നാണ് ഞാൻ ഹോമിങ്ങിനെ ഫസ്റ്റ് കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ബ്രേക്കപ്പ് ആയി, അതിനുശേഷമാണ് എന്റെ ചേച്ചി പ്രഗ്നന്റ് ആണ് എന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ പ്രഗ്നന്റോ, അപ്പോ അത് ആരുടെ കുട്ടിയാ എന്ന് ചോദിക്കുമ്പോൾ ഫാങ് ഒന്നും മിണ്ടുന്നില്ല. ഇവൻ വീണ്ടും ചോദിക്കുന്നു, പക്ഷെ ഇവളെ മിണ്ടുന്നില്ല. ഇവള് പറഞ്ഞുപോയ ആ ഒരു ഫ്ലോയ്ക്ക് ആ ഒരു കാര്യം വായിന്ന് വീണുപോയതാണ്. പക്ഷെ അതിനുശേഷം ഇവിടെ ചെന്നാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഉള്ളത്. കാരണം ഹോമിങ്ങിനെ തകർക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ, റഷ്യനായിട്ടുള്ള ആ ഒരു പ്രോജക്റ്റും ഇല്ലാതായി, അവിടെയും ഹോമിംഗ് ആണല്ലോ വിജയിച്ചത്, ഡിവോഴ്സ് ആവുമെന്ന് പ്രതീക്ഷിച്ചു, അതും ഫെയിലായി. അതുകൊണ്ട് തന്നെ ഹാൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്ന സമയം ഇയാളെ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒന്നും ആയിട്ടില്ല എന്ന് പറയാൻ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇയാളാണെങ്കിൽ ഇവന്റെ കൈ തല്ലിയൊടിക്കാണ്. സത്യത്തില് ഇയാളുടെ ഒരു ജാലസന്ധതിയാണ് ഈ ഒരു ഹാൻ. ഇവന്റെ കൈക്ക് നല്ലതുപോലെ വരക്ക് പറ്റാണ്, സ്റ്റീവിനെ വരെ നോക്കിക്കൊണ്ട് നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. അതിനുശേഷം ഷെൻ ആണെങ്കിൽ ഇവളോട് വന്നിട്ട് ഇവന്റെ ഫ്രണ്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിൽ നിന്ന് ഇവർക്ക് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ മറ്റു ഡോക്യുമെന്റ്സും എല്ലാം കാണണം. അങ്ങനെയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമ്മുടെ ഫണ്ട് റിലീസ് ആവും. ഞാൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്, നീ സൈൻ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഇവളെ ഏൽപ്പിക്കാണ്. ഇവളും അതൊക്കെ തന്നെ ചെക്ക് ചെയ്യുന്നു. പക്ഷേ ഇവള് ഫസ്റ്റ് പേജ് ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് പേജ് മറിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഷെൻ ആണെങ്കിൽ നീ സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞ വിഷയം മാറ്റുന്നു. ബാക്കിയുള്ള ഫോമിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ലിന്നും വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. സ്പീഡിന് ഒപ്പിടണം, ബാങ്ക് അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇവളെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഇവൻ അതിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങാണ്. അതിനുശേഷം ഹോമിംഗ് ആണെങ്കിൽ ഇപ്പൊ തിരിച്ച് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവൻ അച്ഛന്റെ മുന്നിൽ ഇപ്പൊ തല ഉയർത്തി നിൽക്കാലോ, ആ ഒരു റഷ്യനുമായിട്ടുള്ള പ്രോജക്ട് കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. അത് മാത്രമല്ല ഞാനും ഷുയാനും ഡിവോഴ്സ് ആവുന്നില്ല, ഞങ്ങൾ എന്ന് മാരീഡ് ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛനും വളരെ സന്തോഷമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പൊ ഷുയാനും തിരിച്ച് അവളുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ലിയാങ് ആണെങ്കിൽ ഇവൾക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് എത്തുമ്പോൾ ഓൾറെഡി തന്നെ അവിടെ വലിയൊരു ബൊക്കെ ഷുയാന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ഹോമിങ്ങിന്റെ വകയായിരിക്കണം, പക്ഷെ ഇവള് ഇതും ഇവന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ലിയാങ് അല്ല ഞാൻ നിന്നെ മുന്നേ കണ്ടതിലും ഭയങ്കര സുന്ദരമായിട്ടുണ്ടല്ലോ, അതുമല്ല ഹാപ്പിയാണ്, എന്താ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന്റെ ആണോ എന്ന് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവളും സത്യം പറയാലോ ഞാൻ ഹോമിങ്ങും വീണ്ടും ഒന്നിച്ചു, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് താമസം മാറും, കാര്യങ്ങളെല്ലാം ഇപ്പൊ നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സൊന്ന് ഉടയാണ്. പക്ഷെ ലിയാങ് എനിക്ക് മനസ്സിലായി, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് പിന്മാറില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കാം എന്തിനാ നിങ്ങൾ വീണ്ടും ഒന്നിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് മാരേജിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പരം ജെന്യുइन ആയിരിക്കുക, വിശ്വാസമുള്ളവരായിരിക്കുക, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മനസ്സിലാക്കിയിരിക്കുക. ഞങ്ങൾ ആദ്യം പരസ്പരം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു, പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവനും ശരി, പക്ഷെ ഇനി എപ്പോഴെങ്കിലും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പുറകിൽ തന്നെ ഉണ്ടാവും ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഷോയാൻ അതിന് ഒരു ചാൻസ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പൊ ലിയാങ്ങും നിന്റെ ഇഷ്ടം, പക്ഷെ നിനക്ക് ലിനിനെ പോലെയും യാവോയെ പോലെയും ഗുവാനെ പോലെയും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, എന്ത് പ്രശ്നം വന്നാലും കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇവളും താങ്ക്സ് പറയാണ്. അപ്പൊ ഇവിടെ സ്റ്റീവ് ആണെങ്കിൽ ഹാനിനെ വിളിച്ചിട്ട് ഷെൻ നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു, ഹോമിങ്ങിനെ ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് നിർത്താനായിട്ട് ഹോമിങ്ങിന്റെ ഫാദർ തീരുമാനിച്ചു, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അത് തടഞ്ഞേ പറ്റൂ എന്നാണ് ഷെൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹാൻ ആണെങ്കിൽ ഇയാളോട് ഹോമിങ് ഇപ്പൊ പഴയതിനേക്കാൾ സ്ട്രോങ് ആണ്,
അതുകൊണ്ട് തന്നെ അവനെതിരെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫാങ് പറഞ്ഞ ആ ഒരു കാര്യം പറയാണ്. ഹോമിങ്ങും അവളുടെ ചേച്ചിയും ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം അവളുടെ വായിന്ന് വീണു എന്ന് പറയുമ്പോൾ ഇയാളും അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ്, ആ കുട്ടി എവിടെയാണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹാൻ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇയാള് നീ അവളോടൊപ്പല്ലേ ഉള്ളത്, എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ നോക്കുക എന്ന് പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഹാനും ഇപ്പോ ഫാങ്ങിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവന്റെ കൈ കണ്ടിട്ട് ഇവള് നിന്റെ കൈക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ബോക്സിംഗിന്റെ ഇടയിൽ പറ്റിയതാണ് എന്നാണ് പറയുന്നത്. ഇവൾക്ക് പണ്ടത്തെ പോലെ ഒരു അകൽച്ചയൊന്നും ഇപ്പോൾ ഇവനോടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവാം, അവിടെ പോവാം, ഇവിടെ പോവാം എന്നൊക്കെ പറയുമ്പോൾ ഹാൻ ആണെങ്കിൽ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, അത് കേൾക്കുന്നതിന് മുന്നേ നീ സ്വയം റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഷോയാനും ഹോമിങ്ങും വീണ്ടും ഒന്നിച്ചു എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഒന്ന് സങ്കടം ആവുന്നുണ്ടെങ്കിലും അവൾ എന്തോ അവളെ ബാധിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവൻ നീ വിഷമിക്കണ്ട, നിനക്ക് അവനോട് പ്രതികാരം ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഇവള് അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞാൻ അതൊന്നും കെയർ ചെയ്യുന്നില്ല, പുള്ളി അല്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടില്ല, ഞാനാണ് പുറകെ നടന്ന് ശല്യം ചെയ്തത്, അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് ഒന്ന് മാറി ചിന്തിക്കണം എന്ന് പറയുമ്പോഴും ഇവനാണെങ്കിൽ ഇവളുടെ ഉള്ളിൽ വിഷം തിരികെ കയറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ അടുക്കുന്നില്ല. അപ്പോ ഹാൻ ആണെങ്കിൽ ഇവളോട് നീ അന്ന് നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ, നിന്റെ സിസ്റ്റർ പ്രഗ്നന്റ് ആയിരുന്നെന്ന്, അത് ഹോമിങ്ങിന്റെ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ലല്ലോ, ബോധമില്ലാതെ പറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ ഇവൻ ഇല്ല നീ പറഞ്ഞു, അത് ഞാൻ കേട്ടതാണ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല, അത് വെള്ളം അടിച്ചിട്ട് ബോധമില്ലാതെ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതിനുശേഷം ഇവിടെ ഇവരാണെങ്കിൽ തിരിച്ച് ഒരുമിച്ചിരിക്കുകയാണ്. ഹോച്ചനും ഇപ്പോൾ ഇവരോടൊപ്പമാണ് ഉള്ളത്. അപ്പൊ ഇവനാണെങ്കിൽ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ വരച്ച ഒരു ഡ്രോയിങ് ബുക്ക് എടുത്ത് കൊടുക്കുകയാണ്. അതിൽ ഫസ്റ്റ് തന്നെ ഇവളെ നോക്കുമ്പോൾ ഒരു പൊട്ടി പൊളിഞ്ഞ വീട് എന്ന രീതിയിലാണ് ഇവൻ വരച്ചേക്കുന്നത്. ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ചേച്ചി പോയതിൽ പിന്നെ ഞങ്ങളുടെ വീട് ഇങ്ങനെയായിരുന്നു, ഒരു തൂണിന്റെ കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത പേജ് കാണിച്ച് ചേച്ചി ഇല്ലായിരുന്നപ്പോ ഞാനും ചേട്ടന് ഇങ്ങനെയാ ചേച്ചി എപ്പോഴാ വരുന്നതെന്ന് നോക്കി നിന്നത് എന്ന് പറഞ്ഞ് അടുത്ത ഫോട്ടോ കാണിച്ചിട്ട് ഇത് ചേച്ചിയാണ്, ചേച്ചി ഞങ്ങളെ വിട്ട് പിരിഞ്ഞെങ്കിലും ഹാപ്പി അല്ലായിരുന്നല്ലോ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തില്ലേ, ഒറ്റപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി തിരിച്ചു വന്നപ്പോ നമ്മുടെ വീടിന് പഴയതുപോലെ ആ ഒരു വെട്ടം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ ഫാമിലി വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൾക്കും ഭയങ്കര സന്തോഷമായിട്ട് ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എന്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവനും ഹാപ്പി ആവുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെയാണ് കിടക്കാൻ പോകുന്നത് എന്ന് വളരെ സന്തോഷത്തിൽ പറയുമ്പോൾ ഷൂയനാണെങ്കിൽ ഓക്കെ പറയുന്നു, പക്ഷെ ഹോമിങ് ആണെങ്കിൽ ഒട്ടും ഓക്കെ അല്ല. സോ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോച്ചനാണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ഇവരുടെ നടുക്ക് തന്നെ കിടക്കാനുള്ള ശ്രമത്തിൽ റെഡി ആയിട്ട് കിടക്കാണ്. അപ്പോൾ ഹോമിങ് ആണെങ്കിൽ എന്തായാലും ഒരു ദിവസത്തേക്കല്ലേ എന്ന് വിചാരിച്ച ഷൂയനെ വിളിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അവളാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സോ ഇവൻ മിണ്ടാതെ പോയി അവളുടെ കയ്യിൽ നിന്ന് ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ച് ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്ത് കവളിൽ ഒരു കിസ് കൊടുക്കാണ്. അപ്പോഴേക്കും ഹോച്ചനാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിക്കാണ്. ഹോമിങ്ങും ഇവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞ് സൈൻ കാണിക്കുമ്പോൾ അവനും ഓക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഹോമിങ്ങും ഇവളോടൊപ്പം തന്നെ വളരെ സമാധാനത്തിൽ ഇരിക്കുകയാണ്. അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതല്ലോ. പക്ഷെ ഇവിടെ സ്റ്റീവ് ആണെങ്കിൽ ആരെയോ വിളിച്ചിട്ട് ഹോമിങ്ങും അതുപോലെ തന്നെ ഫാങ്ങിന്റെ ചേച്ചിയും അബ്രോഡ് ഉണ്ടായിരുന്ന സമയത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും പരിശോധിക്കാനായിട്ട് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ ഷെൻ ആണെങ്കിൽ ഹോമിങ്ങിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവൻ ബോർഡ് മെമ്പർ ആവാനായിട്ട് പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ന വണ്ണമാണ് എത്തിയിരിക്കുന്നത്. ഇവനെ കാണാൻ വേണ്ടി വളരെ സന്തോഷത്തില്. പക്ഷെ ഹോമിങ്ങിനാണെങ്കിൽ ഇയാളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. പണ്ട് മുതലേ കാണുന്ന അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ ഹോമിങ്ങും ഒരുപാട് നാളായാലും അങ്കിൾ കണ്ടിട്ട് വരുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഞാനിവിടെ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി ഒരു മീറ്റിംഗിനായിട്ട് എത്തിയതാണ്, അപ്പൊ നിന്നെ കൂടെ കണ്ടിട്ട് പോകുന്ന കരുതി എന്ന് പറയുമ്പോൾ ഹോമിങ്ങും അസിസ്റ്റന്റിനോട് പറഞ്ഞ് ഇയാളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാണ്. സോ ഇയാള് എന്റെ ഇഷ്ടങ്ങളൊന്നും നീ മറന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അതെങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മറക്കുന്നത്, നിങ്ങൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ തന്നെ എന്നെ എവിടെയെല്ലാം കൊണ്ടുപോയിരിക്കുന്നു, എന്തെല്ലാം പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ റെസ്പെക്ടോട് കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവരെ പിന്നീട് ചതിക്കുന്ന ഇയാളാണ് എന്ന കാര്യം ഹോമിങ്ങിന് അറിയില്ല. ഇയാളും പബ്ലിക്കിന്റെ മുന്നിൽ ഒരു കല്യാണം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ബാച്ചിലർ ആണ് എന്ന രീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത്. മറ്റൊരു മകനുണ്ട് എന്ന കാര്യമൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മകനോട് പെരുമാറുന്ന പോലെ തന്നെയാണ് ഇവനോടും ഇടപെട്ടിരുന്നത്. ഇപ്പോഴും ഇയാൾ ആ ഒരു ബോർഡ് മെമ്പർ ആവുന്നതിൽ ഇവന് ഫുൾ സപ്പോർട്ട് അറിയിച്ചാണ് ഇവന്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്നൊക്കെയാണ് വളരെ ഇതിൽ പറയുന്നത്. പക്ഷേ ഇയാളാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫുൾ ഷെയർ വാങ്ങിച്ചിട്ട് ഹോമിങ്ങിന്റെ അച്ഛൻ ഇരിക്കുന്ന പൊസിഷനിൽ എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇയാൾക്കും സിദോ എന്ന് പറയുന്ന ഒരു കമ്പനി സ്വന്തമായിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോ അവരുടെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ മാത്രമുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കാത്തിരിക്കുകയാണ് അതിന്റെ ആ ഒരു സ്റ്റോക്കിന്റെ വില എല്ലാം താഴോട്ട് ഇറങ്ങാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ആണെങ്കിൽ മുന്നേ തന്നെ ഹോമിങ്ങിന്റെ പാസ്റ്റ് ഒക്കെ അന്വേഷിക്കാനായിട്ട് ആരോ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇയാള് ഹാങ്ങിനെ അറിയിക്കാണ്. ഹോമിങ് ആയിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയം തന്നെയാണ് ഫാങ്ങിന്റെ ചേച്ചി പ്രഗ്നന്റ് ആയത്. ആ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൻ പക്ഷെ ഹോമിങ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ സിംഗിൾ ആയിരുന്നില്ലേ, പിന്നെ ആ കുട്ടി ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഇയാള് ഹോമിങ് പഠിത്തം കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയം തന്നെ ആണല്ലോ ഹോമിങ്ങിന്റെ പാരന്റ്സ് അവർക്ക് മറ്റൊരു കുട്ടി ജനിക്കാൻ പോവാണ് എന്ന കാര്യം അനൗൺസ് ചെയ്തത്. ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ ഹോമിങ്ങിന്റെ ആ ഒരു കുട്ടി എവിടെ പോയി എന്ന കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവനും അപ്പോ പറഞ്ഞു വരുന്നത് ഹോഷൻ ഹോമിങ്ങിന്റെ ബ്രദർ അല്ല മകനാണെന്നാണല്ലേ എന്ന് പറയുമ്പോൾ ഇയാളും അതെ അതാണ് സത്യം, പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവില്ല, അതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്, അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന കാര്യം പറയാണ്. അതുകൊണ്ട് തന്നെ ഹാനും പിറ്റേന്ന് അസിസ്റ്റന്റിനോട് ചെന്ന ഇന്നെന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ മിസ്റ്റർ ഹോമിങ് ബോർഡ് മെമ്പർ ആയിട്ട് നാളെ കയറാൻ പോവല്ലേ, സോ അതിന് മുന്നേ ഇന്ന് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനും കൂടെ പോയേ പറ്റൂ എന്ന് ഒരു വിഷമത്തിൽ പറയുമ്പോൾ ഇവൻ അല്ല എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അസിസ്റ്റന്റ് ഇന്ന് തന്നെയാ എന്റെ ഗേൾ ഫ്രണ്ടും അവളെ കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞേക്കുന്നത്, പക്ഷേ ഹോമിങ് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല ഫിറ്റ് ആയിരിക്കും, പുള്ളിയെ വീട്ടിൽ കൊണ്ടുവിടാതെ ഞാൻ എങ്ങനെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു അവസരമാക്കി എടുത്ത് ഇവൻ അത് കുഴപ്പമില്ല ഞാൻ ഹോമിങ്ങിനെ വീട്ടിൽ എത്തിച്ചോളാം, നീ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോക്കോ എന്ന് പറഞ്ഞ് ഇവൻ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാണ്.
അതുകൊണ്ട് തന്നെ അന്ന് നൈറ്റ് ഹോമിംഗ് ആണെങ്കിൽ ഒരു ബോധം ഇല്ലാതാണ് വരുന്നത്. സോ ഹാൻ തന്നെയാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുന്നത്. ഹോമിംഗ് ആണെങ്കിൽ ഫുൾ ഔട്ട് ഓഫ് മൈൻഡ് ആയതുകൊണ്ട് തന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങുന്നു. പക്ഷെ ഹോമിംഗ് മുകളിലേക്ക് കയറി പോയതിനു ശേഷം ഇവനാണെങ്കിൽ ആ ഒരു വീട് വിട്ട് പോകുന്നില്ല. ഹോമിങ്ങിന്റെ അവിടെയുള്ള അവന്റെ ഓഫീസിലേക്ക് ചെന്ന് ഫുള്ള് പരിശോധന തുടങ്ങാണ്. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ അവിടെയുള്ള ഒരു ലോക്കർ കാണുന്നു. പക്ഷെ അതിൽ പാസ്വേഡ് ഉണ്ട്. ഇവനാണെങ്കിൽ ഹോമിങ്ങിന്റെ ബർത്ത്ഡേയും ഷുയാന്റെ ബർത്ത്ഡേയും ഒക്കെ തന്നെ അടിച്ചു നോക്കുന്നു. പക്ഷെ ലോക്ക് അഴിയുന്നില്ല. ലാസ്റ്റ് ഇവനാണെങ്കിൽ ഗാലറിയിലുള്ള ഫോട്ടോസ് എടുത്ത് ഹോമിങ്ങിന്റെ വിവാഹ ദിവസം എന്നായിരുന്നു എന്ന് നോക്കിയിട്ട് ആ ഒരു ഡേറ്റ് അടിക്കുമ്പോൾ കറക്റ്റ് ഇത് ഓപ്പൺ ആവുകയാണ്. അതിലാണെങ്കിൽ അന്ന് UK വെച്ച് ഹോസ്റ്റന്റെ DNA ടെസ്റ്റ് എടുത്തിരുന്നല്ലോ. സോ ആ ഒരു റിസൾട്ട് ഇതിലുണ്ടായിരുന്നു. അത് ഇവന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് കാണുന്നത് ആ ഒരു കാര്യം ഇന്റർനെറ്റ് ഫുള്ള് ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുകയാണ്. ജിന്ദ ഗ്രൂപ്പിന്റെ ചെയർമാന്റെ രണ്ടാമത്തെ മകൻ അവരുടെ മകനല്ല, അവരുടെ മൂത്ത മകന്റെ മകനാണ് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. ഇവരും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത്. ഇന്നാണല്ല ഹോമിങ്ങിന്റെ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. കറക്റ്റ് ഇന്ന് തന്നെ എങ്ങനെ ഈ ന്യൂസ് പുറത്തു വന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഹോമിങ്ങും ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയാണ്. ഇവന്റെ ലോക്കർ തുറന്നാണല്ലോ ആ ഒരു റിസൾട്ട് പുറത്തു പോയത്. ഇവനും പെട്ടെന്ന് തന്നെ ഡ്രൈവറെ വിളിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഹോസ്റ്റനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഷോയാനും ലിൻ പറയുമ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവനും പെട്ടെന്ന് തന്നെ അത് കേട്ട് ഷോക്കായിട്ട് ഹോമിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ഇവിടെ ഹോസ്റ്റൻ ആണെങ്കിൽ ഒന്നും അറിയാതെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പിള്ളേരൊക്കെ സെലിബ്രിറ്റി പോകുന്നു എന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവനും നിങ്ങൾക്ക് എന്തായി പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവര് നീ അറിഞ്ഞില്ലേ, നീ ഇപ്പോ സെലിബ്രിറ്റി ആണ്, നിന്നെ കുറിച്ചുള്ള വാർത്തകളാ ഫുള്ള് ഇന്റർനെറ്റ്. നീ ചേട്ടാന്ന് വിളിച്ചോണ്ട് നടന്ന നിന്റെ ബ്രദർ അത് നിന്റെ ബ്രദറേ അല്ല, നിന്റെ സ്വന്തം അച്ഛനാ എന്ന് കുട്ടികൾ പറയുമ്പോൾ ഇവനത് കേട്ട് ഷോക്കായി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ച് അവരോട് തല്ലുണ്ടാക്കാനായിട്ട് പോകുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ടീച്ചർ വന്ന ഇവനെ പിടിച്ച് മാറ്റാണ്. എന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വീട്ടിൽ ആള് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇവനാണെങ്കിൽ വളരെ ദേഷ്യത്തിലാണ് ഡ്രൈവറോടൊപ്പം പോകുന്നത്. ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് നോക്കുമ്പോഴാണ് ഇവനും ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ എല്ലാവരും ആ ഒരു ഇലക്ഷന് റെഡി ആയിട്ട് എഴുതിയിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ ചെൻ തന്നെ ആ ഒരു കാര്യം എടുത്തിടാണ്. ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു കാര്യം അറിയണം. നിങ്ങളെ കുറിച്ചാണല്ലോ ഇന്ന് വാർത്ത മുഴുവൻ. ഹോസ്റ്റൻ നിങ്ങളുടെ മകനല്ല, മിസ്റ്റർ ഹോമിങ്ങിന്റെ മകനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഇവിടെയുള്ളവർ ചോദിക്കുന്നത്. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് സത്യങ്ങൾ അറിയണം, അറിഞ്ഞേ പറ്റോ എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യാനായിട്ട് തുടങ്ങാണ്. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ ഹോസ്റ്റനും അങ്ങോട്ടേക്ക് വളരെ ദേഷ്യത്തിൽ കയറി വരികയാണ്. നീ എന്റെ അച്ഛനാണോ? സത്യം പറ, അതെനിക്ക് അറിയണം എന്ന് പറഞ്ഞ് ബഹളം വെക്കാനായിട്ട് തുടങ്ങുന്നു. ഹോമിങ് ആണെങ്കിൽ ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണോ, നീ പോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൻ കേൾക്കുന്നില്ല. സോ ഹോമിങ് അവനെ എങ്ങനെയൊക്കെയോ വലിച്ചെടുത്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ അപ്പോഴും ഇവൻ നീയാണോ എന്റെ അച്ഛൻ, അപ്പൊ എന്റെ അമ്മ ആരാ, നിങ്ങളെല്ലാം കൂടെ എന്താ മറക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് കാര്യമാണ്. അപ്പൊ ഹോമിങ് എത്ര ശ്രമിച്ചിട്ടും ഇവനെ കൺട്രോൾ ചെയ്യാനേ ആവുന്നില്ല. സോ ഇവനോട് എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ 1000 ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്ന്, പക്ഷെ അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പൊ സമയമില്ല, ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയാം, തൽക്കാലം നീ വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞ് ഇവനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് കാറിലേക്ക് വന്നിട്ട് അസിസ്റ്റന്റിനോടൊപ്പം ഇവനെ വീട്ടിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നു. പക്ഷെ ഇവന് വളരെ ദേഷ്യത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴും ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്യൽ തീർന്നിട്ടില്ല. നിങ്ങൾ എങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയാവും? നമ്മുടെ സ്റ്റോക്ക് എല്ലാം ഇപ്പൊ തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ പറ്റോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇത് പ്രഷർ ചെയ്യാണ്. അപ്പൊ ഹോമിംഗ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സമാധാനപ്പെടും, ചെയർമാൻ ഇപ്പൊ ഓക്കെ അല്ല, മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ ചെന്നിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഹോമിംഗ് ആണെങ്കിൽ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് അച്ഛനെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും കഴിക്കാൻ തയ്യാറാവുന്നില്ല, ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും അസിസ്റ്റന്റ് ഇദ്ദേഹത്തിനോട് വന്നിട്ട് നമ്മുടെ സ്റ്റോക്ക് എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്റ്റോക്കിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ സിതോ കൺസ്ട്രക്ഷൻ വാങ്ങിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അതായത് ആ ഒരു ചെന്നിന്റെ കമ്പനി അയാൾ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് താഴെ കൊണ്ടുവരാനാണല്ലോ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. സോ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവിടെ ഹോസ്റ്റൻ ആണെങ്കിൽ അസിസ്റ്റന്റ് കൂട്ടിക്കൊണ്ട് പോകുന്നവർക്ക് ട്രാഫിക് എത്തുമ്പോൾ ഇവനാണെങ്കിൽ കാറിൽ നിറങ്ങി ഓടാണ് അസിസ്റ്റന്റിനെ കണ്ടുപിടിച്ച്. അസിസ്റ്റന്റും ഇവന്റെ പുറകെ വരുന്നു, പക്ഷെ അവനെ കണ്ടെത്താനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോമിങ്ങിനോട് ആ ഒരു കാര്യം വിളിച്ച് അറിയിക്കുന്നു, ഹോസ്റ്റൻ മിസ്സിംഗ് ആണ് എന്ന കാര്യം. പക്ഷെ ഇവനാണെങ്കിൽ ഇവിടെ ഒഴിഞ്ഞ ഒരു ബെഞ്ചിൽ വന്ന് ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ഹാൻ ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്ന് നിനക്ക് നിന്റെ അമ്മ ആരാണെന്ന് അറിയണ്ടേ, നിന്റെ അമ്മ ഉള്ളിടത്തേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റൻ അവിടെ നിന്ന് അവൻ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ ഹോമിംഗ് ആണെങ്കിൽ ഹോസ്റ്റൻ മിസ്സിംഗ് ആയ കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അമ്മയും ഇവനോട് ഹോസ്റ്റൻ എവിടെ, അവൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ്ങും ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്, അത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തും, അല്ല അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവരും അച്ഛനോട് ഞാൻ ഹോസ്റ്റന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും ഇപ്പൊ പറഞ്ഞല്ല ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഇവനും നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ച് ഇവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരെയാണ്, ഒരു ബാഗിന്റെ ഫോട്ടോ. ഏതോ ഒരു ബിൽഡിംഗിലാണ് ആ ഒരു ബാഗ് ഇപ്പോൾ ഉള്ളത്. അത് എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഹോമിങ്ങിന് മനസ്സിലാവുന്നുണ്ട്. സോ ഇവൻ പെട്ടെന്ന് തന്നെ പോലീസിനെ ആ ഒരു വിവരം അറിയിക്കുകയാണ്. സോ ഹോമിംഗ് ആണെങ്കിൽ ഷോയാനും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. പക്ഷെ അവർ വരുന്നത് മനസ്സിലാക്കി ഹാൻ ആണെങ്കിൽ നൈസിന് ഇറങ്ങി ഓടാണ്. ഹോമിങ് അവനെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഷോയാനോട് പോലീസ് വന്നിട്ട് അകത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരെ ഹാനിന്റെ പിറകെ ഓടാണ്. ഇവനെ പിടിച്ചിട്ട് നല്ലത് കൊടുക്കാണ്, കൂടെ നിന്നാണല്ലോ ചതിച്ചത്, എന്നിട്ട് ഹോസ്റ്റൻ അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഞാനല്ല ഹോസ്റ്റനെ ചതിച്ചത്, നീയാണ്, അവന്റെ അമ്മ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം അവനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഹോസ്റ്റൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനും സെക്കൻഡ് ഫ്ലോറിലുണ്ട് എന്ന് പറയുന്നു. ഷോയാനും പോലീസിനോടൊപ്പം പോയി അവനെ കൂട്ടിക്കൊണ്ട് വരുന്നു. ഹോമിങ്ങും ഇവനോട് പെട്ടെന്ന് വന്നാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ ഒരു അക്ഷരവും മിണ്ടുന്നില്ല. എന്നിട്ട് ഇവരാണെങ്കിൽ ഹോസ്റ്റനെയും കൂടി പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഫുള്ള് മീഡിയാസ് എത്തിയിരിക്കുകയാണ്. ഹോസ്റ്റൻ നിങ്ങളുടെ യഥാർത്ഥ മകനാണോ, ആ വാർത്ത സത്യമാണോ, DNA റിപ്പോർട്ട് ഒറിജിനൽ ആണോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞ് ഇവനെ വിടാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ മിണ്ടാതിരുന്ന ഹോസ്റ്റനും നീ പറ, നീ എന്റെ അച്ഛനാണോ, എന്റെ അച്ഛനാരാ, എന്റെ അമ്മ ആരാ,
നീ എന്നെ പിടിക്കണ്ട, എന്നെ വിട് എന്ന് പറഞ്ഞ് ഇവനും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ മീഡിയാസും ഹോച്ചൻ ചോദിക്കുന്ന കേട്ടില്ല, നിങ്ങൾ അവനോടെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ഹോച്ചനാണെങ്കിൽ വളരെ സങ്കടത്തിലാണ് ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. സോ ഹോമിങ്ങും ഇവനെ കൂടുതൽ വിഷമിപ്പിക്കാതെ അതെ നീ എന്റെ മകൻ തന്നെയാണ് എന്ന കാര്യം പറയുന്നു. അപ്പൊ മീഡിയാസ് ഉടനെ തന്നെ നിങ്ങളത് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അപ്പോ ഹോച്ചന്റെ അമ്മ ആരാണ്, അവരിപ്പോ എവിടെയാണുള്ളത്, നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണോ ഷുയാൻ നിങ്ങളായിട്ട് ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചത്? അത് സത്യമാണോ? നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്ന കാര്യം സത്യമാണോ? മാഡം നിങ്ങൾക്ക് ഇത് മുന്നേ തന്നെ അറിയാമായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ നേരിട്ടത്? എനിക്ക് ഷുയാനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങാണ്. അപ്പൊ ഇവളും പെട്ടെന്ന് തന്നെ ഇവരോട് ഹോച്ചന്റെ അമ്മ ഞാനാണ് എന്ന് പറയാണ്. അത് കേട്ട് ഹോച്ചനും അതുപോലെ തന്നെ ഹോമിങ്ങും ഷോക്ക് ആവാണ്. അപ്പൊ ഇവള് വീണ്ടും ഇതെന്റെ മകൻ തന്നെയാണ്, നിങ്ങളിപ്പോ കാണുന്നില്ലേ എന്റെ മകൻ തീരെ ഓക്കെ അല്ല, നിങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിലോട്ടാണ് കയറി വരുന്നത്, ഒരു കൊച്ചു കുട്ടിയോടാണ് ഇങ്ങനെ പെരുമാറുന്നത്, നിങ്ങൾക്ക് നാണായില്ലേ, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് വഴി മാറിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് ലീഗലി നേരിടും എന്ന് പറയുമ്പോൾ അവരൊന്ന് ഒതുങ്ങാണ്. സോ ഇവരും പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം പിറ്റേന്നാണ് കാണുന്നത് ഇപ്പൊ ഹോമിങ്ങിന്റെ അമ്മയാണെങ്കിൽ എത്ര നിർബന്ധിച്ചിട്ടും ഇവൻ ഫുഡ് കഴിക്കാൻ റെഡി ആവുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല. ഇവന് ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തിട്ടും ഇവൻ എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഒരു രക്ഷയില്ല, അവൻ ആ ഒരു ഫുഡ് കഴിക്കുന്നില്ല, ഇവരോട് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഹോമിങ്ങിനെ ആണെങ്കിൽ അച്ഛൻ കമ്പനിയിലോട്ട് വരാൻ പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോമിങ്ങും അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ ഹാൻ ആണെങ്കിൽ ഫാങ്ങിനെ കാണാനായിട്ട് വരുമ്പോ ഇവളാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. ഇവൾക്ക് മനസ്സിലായി അത് പുറത്തുവിട്ടത് ഇവനാണ് എന്ന കാര്യം. ഇവൻ ഇവളുടെ കൂടെ നിന്ന് ഇവളെ ചതിക്കായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നീയല്ലേ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്, നീയല്ല എന്നോട് ആ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരുന്നത്, എനിക്കറിയാം നീയാണെന്ന് എന്ന് പറയുമ്പോ ഇവനും അതെ ഞാൻ തന്നെയാണ് എന്ന് പറയാണ്. ഉടനെ തന്നെ ഇവളെ ദേഷ്യത്തില് ഇവനെ തല്ലിയിട്ട് ഇനി മേല എന്റെ കൺമുന്നിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ പറയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്നും പറയുന്നു. അവനും അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പൊ ഇവിടെ ഹോമിങ്ങിനെ കമ്പനിയിലേക്ക് വിളിപ്പിച്ചതിന് കാരണം ചെന്നാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഷെയറും വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഷെയർമാൻ ആവാനുള്ള സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഹോമിങ്ങിന്റെ അച്ഛന് അതൊന്നും തീരെ വിശ്വസിക്കാനേ ആവുന്നില്ല. കൂടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ നിന്നിട്ടാണല്ലോ പിറകെ ഈ ഒരു ചതി ചെയ്തത്. പക്ഷെ ഹോമിങ്ങിന്റെ ഫാദറിന് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും ഈ ചെന്നിന് ഇവരുടെ കമ്പനി ഷെയർസ് വാങ്ങാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ അത് ഇയാൾക്ക് ഇപ്പൊ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റോക്കിന്റെ പ്രൈസ് കുറച്ചുകൊണ്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇപ്പൊ തന്നെ ആ ഒരു വാർത്ത പുറത്ത് ലീക്ക് ആക്കിയത്. കൂടെ നിന്ന് ചോര പിടിക്കുന്ന ഒരുത്തനെയാണ് നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ ഹോമിങ്ങിനോട് പറയുന്നു. അപ്പൊ ഇയാളും അതെ ഞാൻ തന്നെയാണ് അത് ചെയ്തത്, കാരണം നമ്മൾ എല്ലാവരും കൂടിയാണ് ജിന്ദ ഗ്രൂപ്പ് ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത്. പക്ഷേ എന്നും നീ മാത്രം ചെയർമാനായിട്ട് ഇരുന്നാൽ മതിയോ, ഞാൻ എന്താ എന്ന് നിന്റെ പണിക്കാരനായിട്ട് കിടക്കണോ? അതുകൊണ്ട് തന്നെ ഇത്രയും നാളും ഞാൻ ഈ സ്ഥാനം ആഗ്രഹിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ചെയ്തത്. സാറില്ല ഇപ്പൊ ഓരോന്നായിട്ട് എന്റെ കയ്യിലിരുന്നോളൂ, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് ഹോമിങ്ങിനോട് നീ വിചാരിച്ചത് ഹാൻ നിന്റെ പേഴ്സണൽ ലോയർ ആണെന്നാണല്ലേ, പക്ഷേ ഒരു കാര്യം കൂടി അറിഞ്ഞോ, അവൻ എന്റെ മകനും കൂടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അപ്പോഴേക്കും അച്ഛനാണെങ്കിൽ കമ്പനി കയ്യിൽ നിന്ന് പോകുന്ന കാര്യം ആലോചിച്ചിട്ട് പെട്ടെന്ന് നെഞ്ചുവേദനായിട്ട് താഴേക്ക് വീഴാണ്. സോ ഇദ്ദേഹം ഹോസ്പിറ്റലിലാണ്, ഒരു പ്രധാന സർജറിയും കഴിഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി തന്നെ ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇനി ലൈഫിലോട്ട് തിരിച്ചു വരുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തും നേരിടാനായിട്ട് തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത്. അത് കേട്ട് ഇവർ രണ്ടുപേരും തകർന്നു പോവാണ്. അപ്പൊ ഹോമിങ് അമ്മയോട് അച്ഛൻ എന്തായാലും തിരിച്ചു വരും അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എനിക്കറിയാം നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് കാണുന്ന ചിന്താ ഗ്രൂപ്പ് ആക്കി മാറ്റിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതും അദ്ദേഹം നിഷ്പ്രയാസം ഓവർകം ചെയ്യും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് അവരും അവിടെ തന്നെ നിൽക്കുകയാണ്. ഹോമിങ്ങും ഷോയാനെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇവളെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവളും ഹോസ്റ്റിന്റെ അടുത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തുന്നു. പക്ഷേ ഇവനാണെങ്കിൽ ഇവളോടും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഇവളും പലതും പറഞ്ഞു നോക്കുന്നു. പേപ്പർ എടുത്തിട്ട് നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ എഴുതി കാണിച്ചാൽ മതി എന്ന് വരെ പറയുന്നു. പക്ഷെ അപ്പോഴും നോ രക്ഷ. ലാസ്റ്റ് ഇവളും എങ്കിൽ പിന്നെ ഞാനോ നിന്റെ കൂടെ തന്നെ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവനോടൊപ്പം തന്നെ ഇവളും ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ അച്ഛന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം ഓക്കെ ആയിട്ടില്ല. യോം ഹോമിങ്ങിന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അമ്മയ്ക്കും ഹോമിങ് ഇത് ഷോയാന്റെ സിസ്റ്ററിന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. യോം ഇവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ ഡോക്ടറെ കണ്ടെന്ന് സംസാരിക്കാം, പുള്ളി എന്റെ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു സങ്കടത്തിൽ പങ്കുചേർന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ലിന്നും ഇവളെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഹോച്ചൻ എങ്ങനെയുണ്ട് എന്ന് ലിൻ ചോദിക്കുമ്പോൾ ഷോയാനും അവനൊന്നും സംസാരിക്കുന്നില്ല, ഫുഡും കഴിക്കുന്നില്ല. ഹോമിങ് ഹോസ്പിറ്റലിലാണ്, കുറച്ച് ദിവസത്തേക്ക് എനിക്ക് എന്തായാലും കമ്പനിയിലോട്ട് വരാൻ സാധിക്കില്ല, നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം എന്ന് പറയുമ്പോൾ ഇവളും നീ അതോർത്ത് വിഷമിക്കേണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ഹെൽത്തും കൂടെ നോക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് ഇവളെ യുവിനെ വിളിച്ചിട്ട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഹോസ്പിറ്റലിൽ വന്ന് ഹോമിങ്ങിനെ കണ്ട കാര്യം പറയുന്നു. അപ്പോൾ ലിനാണെങ്കിൽ അവനോട് താങ്ക്സ് പറഞ്ഞിട്ട് നിന്നെ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, ഷോയാൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ തലയിലാണ് എന്ന് പറയുമ്പോൾ യോ അതൊന്നും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാവും, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറയുന്നു. അതിനുശേഷം ഇവിടെ ഷെൻ ആണെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ എത്തിയിട്ട് അവിടെ ലിനിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇവളും കുറച്ച് കഴിയുമ്പോൾ അവന്റെ അടുത്തേക്ക് വരികയാണ്. അവൾ അകത്ത് കയറി പോയതിനു ശേഷം ആ ഒരു സ്റ്റാഫ് ആണെങ്കിൽ പുറത്തുനിന്ന് വാതിൽ ക്ലോസ് ചെയ്യുന്നു. അവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.